ഇനി എടുത്തോ. പ്രസിഡന്റ് സാക്ഷി. ആദ്യം പ്രസിഡന്റ് ഫോട്ടോ എടു, വീഡിയോ എടു. പ്രസിഡന്റ് ഇവിടെ നിൽക്കേണ്ടേ? പ്രസിഡന്റ് ഇവിടെ നിൽപ്പുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട്. ദേശായി എന്ന് പറഞ്ഞ തീട്ട വെള്ളം മലിനജലമാണ്. ഇതാ കണ്ട, ഈ കോരി ഒഴിക്കണത് മലിനജലമാണ്. ഇത് ഞങ്ങളിത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇതിന്റെ റിസൾട്ട് മാറ്റിക്കൊണ്ട് വരാം. അപ്പോഴീ സാമാന്യത്തിന് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരും നോക്കട്ടെ. 1 ലിറ്ററിന്റെ വെള്ളം മാറ്റി കളഞ്ഞിട്ട് കുപ്പിയിലാണ് എടുക്കുന്നത്. പറയണത് പറയേണ്ടതിനാണ്. തീട്ട വലിയ കുഴപ്പമില്ല. ഹലോ, അല്ല ഇത് എന്തായാലും കാണിക്കുന്നില്ല. ഇവിടെ സൗണ്ട് കേട്ടിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കണേ. ഞങ്ങൾ ഇവിടെ ഈ ജനകീയ കൂട്ടായ്മ പറയണത് ഭയങ്കര പലർക്കും പല വിഷയമായിട്ടല്ലേ മാറിയത്. ഇതാ ഇനി ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് കൊണ്ട് വന്നാൽ മതി. നിങ്ങൾ അതേനെ പറഞ്ഞത് ഈ വീഡിയോ ഇതും കൂടെ ഇടയാക്കാം. ഇത് കണ്ട, ഇത് ദേശായിരം മതിൽ തന്നെയല്ല. എന്റെ ബോധം കൂടെ അതിന്റെ ഫുള്ള് വേണമല്ലോ. വീഡിയോ ആണ്. ഈ തീട്ട വെള്ളം കോരയെന്ന് പറഞ്ഞോണ്ട് ഞാൻ നാളെ പുഴുത്ത് ചാവണേ ചാവട്ടെ. ഇത് വർഷങ്ങളായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കണമാരാ. കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ സപ്പോർട്ട് ചെയ്ത് വന്ന ആൾക്കാരുണ്ടല്ലോ. അവരെല്ലാം വന്ന് ചെയ്യട്ടെ. ഞങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ ഫസ്റ്റ് കുപ്പി ഇതാ പ്രസിഡന്റ് ശ്രീചന്ദ് ഏറ്റുവാങ്ങുന്നു. പ്രസിഡന്റ് ശ്രീചന്ദ് കൊണ്ടുപോകും. അല്ലല്ല, ഇതില് എനിക്കിത് കൈ പിടിക്കാം, പ്രസിഡന്റിന് കൈ പിടിക്കാം. എനിക്കിത് കൈ പിടിക്കാമില്ല. പൊതുജനം എന്നുള്ള എനിക്ക് കൈ പിടിക്കാമെങ്കിൽ പ്രസിഡന്റിന് കൈ പിടിക്കാം. ഓക്കെ പ്രസിഡന്റ്. ഓക്കെ സാർ, SHO ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സാറെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളടുത്ത് പറഞ്ഞതാണ്. നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ലേ? ഇല്ല. നിങ്ങൾക്ക് മറ്റേ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് നടപടി എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ 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 ആ കവറും കൂടെ. ഓക്കെ, പ്ലാസ്റ്റിക് പറ്റൂല. ഒരു തുണിസഞ്ചി ഒരു തുണിസഞ്ചി കൊണ്ടുപോവാ. പ്ലാസ്റ്റിക് നിരോധിച്ചാണ്. ഒരു തുണിസഞ്ചി കൊണ്ടുപോവാ. ഇതിനടിയിൽ മറ്റേ ഓരോ ഗ്രേഡ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ റീയൂസബിൾ അല്ല. പക്ഷേ ഈ വേസ്റ്റ് വെള്ളം എടുക്കാൻ കുഴപ്പമില്ല. രണ്ടാമത് നമുക്ക് ഡ്രിങ്ക് ചെയ്യാനുള്ള വാട്ടർ ഇതിൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ കുഴപ്പമില്ല. ആ പ്ലാസ്റ്റിക് തുണിസഞ്ചി പ്ലാസ്റ്റിക് വേണ്ട. പ്ലാസ്റ്റിക് എടുക്കൂല. തുണിസഞ്ചി വരട്ടെ. വരട്ടെ. തുണിസഞ്ചി വന്നിട്ട് പോയാൽ മതി. ഒരു കാര്യമുണ്ട്. നാളെ രാവിലെ തന്നെ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളിത് വേറെ ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ പോകണം എവിടെയെന്ന് അറിയാമോ? ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ, പുത്തൻതോപ്പ് ഹോസ്പിറ്റലിൽ രണ്ടിടത്തും ഡോക്ടറുണ്ട്. ഞങ്ങളെ ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൊണ്ടുവന്ന് ഇത് കാണിച്ച് അവരിത് സീൽ ചെയ്ത് വാങ്ങും. അവർക്കിത് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും. രാത്രി നിങ്ങളെ വിളിക്കും. ഈ വിളിക്കുമ്പോഴത്തേക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ അതിന് സാക്ഷ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അവരെ വിളിക്കും. നിങ്ങളെ വിളിക്കാം. ഞങ്ങൾ അങ്ങനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ പോകാൻ തയ്യാറാണല്ലോ. ഞങ്ങളിപ്പോഴും പുത്തൻതോപ്പ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ചിറയൻകീഴ് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനിയിപ്പോ ഇതുമായിട്ട് മറ്റേ ആന്ധ്രയെ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ആന്ധ്ര വരെ പോകും. അണ്ടർകോണത്തുണ്ട്, പുത്തൻതോപ്പുണ്ട്, ചിറയൻകീഴുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞയക്കുന്നു. ഇതിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നടപടിയെടുക്കാന്ന് പറഞ്ഞു. നടപടിയെടുക്കട്ടെ. അവിശ്വാസമൊന്നുമില്ലല്ലോ നമുക്ക്. പ്രസിഡന്റ് ഒരു അവിശ്വാസവും ഇല്ല. വന്നത് SHO ഉള്ളവർ ഉൾപ്പെടെയുള്ളവർ സാക്ഷിയാണതിന്. ഈ പൊതുജനങ്ങളെല്ലാം സാക്ഷിയായിരുന്നാണ് എടുത്തുകൊണ്ട് പോണത്. ഇതന്ന് അടച്ച വെള്ളമാണ്. പക്ഷേ അതിനകത്തുനിന്ന് അടിക്കൂട്ടതായതുകൊണ്ട് ഇത് വേസ്റ്റ് വെള്ളമാണ് വരുന്നത്. അതായത് ദേശായിൽ നിന്ന് വരുന്ന കട്ടർ വെള്ളം. അന്ന് വേസ്റ്റ് വെള്ളം നമ്മളന്ന് പൈപ്പ് നിർത്തി അടപ്പിച്ചു. പഞ്ചായത്തിൻ്റെ അധീനയിൽ വന്ന് അടപ്പിച്ചു. അവിടെ നിന്ന് അടുത്ത വെള്ളം എന്താ അതിൻ്റെ അടിയിൽ കൂടെ തുറന്നു വെച്ചിട്ട് വന്നപ്പോൾ കാണാം. ആര് വന്നാലും കാണാം. ഇതാ മുടിഞ്ഞ സ്മെല്ലും ഉണ്ട്. കണ്ടോ? അടച്ചതിൻ്റെ അടിഭാഗത്തു നിന്നാണ് വരുന്നത്. ഇതിനടിയിൽ അവരൊന്ന് പൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഈ കിടക്കുന്നത്. കാണുന്നത്. അപ്പം ഇതിനകത്ത് നോക്കാം.
അത് അടയ്ക്കാതിരുന്നതിനുള്ള നടപടികൾ അതിന് പിന്നീട് വരുന്നുണ്ട്. അതിപ്പോ 6 മാസം 5 മാസം ആയില്ലേ? അതാ പറയുന്നത്. എനിക്കിപ്പോ കേരള സർക്കാർ 5000 രൂപ എന്നിട്ട് വണ്ടിക്ക് പിഴ അടച്ചു. ഞാൻ അത് 2 വർഷം അടയ്ക്കണില്ല. അപ്പൊ സർക്കാരിന് എന്താണ് അതിനൊരു പോംവഴി പിന്നെ വരുന്നില്ല. അത് പോംവഴി വഴി നമുക്ക് അതിനുള്ള ഹാൻഡ് ഉള്ളത് അവർ ചെയ്യുന്നില്ല. അതാണ് സംഭവം. കൊടുക്കേണ്ടി വരും. അതാണ് ഇതിനുള്ള സംഭവം. ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് സാർ ഇതിലൊരു തീരുമാനമാകുന്നതാകും നല്ലതായിരിക്കും. ഇതിപ്പോ അവരുടെ മുഖത്ത് ഇടിച്ച് പൈസ വാങ്ങണം. സാറേ ഒരു മിനിറ്റ് ഇവിടെ വേറെ ഒരുത്തന്റെ വീട്ടിൽ ഒരു ഷെയറിൽ വെള്ളം പുറത്തിട്ട് നോക്കട്ടെ. ഈ ഇവിടെ എന്താ മോളത്തെ ഒരു വീട്ടിൽ നിന്ന് പിന്നെ സാറേ ഒരു മിനിറ്റ് സാറേ പുറത്തിറക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെല്ലാം പ്രസിഡന്റ് ഉൾപ്പെടെ ചോദിച്ചു ഞാൻ കൂടെ പോയാണെന്ന് പറഞ്ഞത്. സാറേ ഒരു മിനിറ്റ് ഞങ്ങൾ വലിയ ഇഷ്യൂസ് ഒന്നും പറയില്ല സാറേ. ഒരു മിനിറ്റ് സാറേ, എൻ്റെ മക്കൾ ഈ തീട്ടവെള്ളം ചവിട്ടിയാണ് പഠിക്കാൻ പോകുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഞാൻ എവിടെ പോകണം സാറേ? ഞാനിപ്പോൾ പല പ്രാവശ്യം വന്നത് എനിക്കറിയാവുന്നതാണ്. ഇതിന് പറഞ്ഞിട്ട് എന്തുവാ ഇത് പറഞ്ഞല്ലോ നിങ്ങളുടെ ആവശ്യം ഇത് പരിശോധിക്കണം. ഇത് പരിശോധിക്കണം, നടപടി ഉണ്ടാവും. ഞങ്ങൾക്ക് ആഗ്രഹം മാത്രമേ അതിന്റെ കസ്റ്റഡിയിലാകാമെന്ന് പറഞ്ഞു. നിലവിൽ ഒരു മിനിറ്റ് ഒരു കുപ്പി